ഈശൽനാദമാകും ശീലാണ് കരിമിഴിയും കിളിമൊഴിയും കലവില കൂടണ കാടാണ് ഇടനെഞ്ചിനുള്ളിൽ ഓളാണ് എന്നാലും ഇടം തേടും സ്വർഗം എങ്ങാണ് അവളെന്റെ കിനാക്കളവത്ത് വന്നൊരു പെണ്ണാണ് ഇന്നുത്തിരി ഹായ്, വെൽക്കം ബാക്ക് സന വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എന്താണ് വിശേഷം? എൻ്റെ ഇന്നത്തെ കുഞ്ഞു വിശേഷം നിങ്ങൾ കാണാട്ടോ. അപ്പം അധികമുള്ള കുഞ്ഞു വിശേഷമായിട്ടാണ് ഞങ്ങൾ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവായി കാണണേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ ഷെയർ ചെയ്യണേ. പുതിയതായിട്ട് വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ കാണാട്ടോ. ഇങ്ങനെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റെഡിയായിരിക്കുകയാണ് കേട്ടോ. അപ്പം രാവിലത്തെ ക്ലീനിങ്ങെല്ലാം ആവണം അത്ര. അപ്പം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കുന്നത് ഈ സൺഡേ അല്ലേ. അപ്പം മോളാണെങ്കിലും മോക്ക് ഇപ്പൊക്കെന്ന് പറയുന്നത് പോക്കും മന്ത്ലി ടെസ്റ്റ് ഉണ്ട്, നാളെ തുടങ്ങും. അപ്പോൾ രാവിലെ കുറച്ച് പഠിച്ചു. നമ്മളെ പറഞ്ഞ ബീഫൊക്കെ വിശക്കുന്നുണ്ട് ഉമ്മ, എനിക്ക് പെട്ടെന്ന് നാസ്റ്റ് പോകണം. അങ്ങനെ ഇപ്പം ഞാൻ വേഗം പെട്ടെന്ന് നാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കട്ടെ. അപ്പോൾ രാവിലെ തന്നെ കാക്ക വന്നുകൊണ്ടോ, കാക്കേനെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? രാവിലെ തന്നെ ഇവിടെ ഇങ്ങനെ കാക്കേൻ്റെ ഒച്ചപ്പാട് കേൾക്കട്ടോ. പിന്നെ അപ്പുറം സൈഡ് പോയി കഴിഞ്ഞാൽ എല്ലാ തത്തകളില്ലേ, പാരോട്ട് തത്തകൾ. അവിടെ ഒരു മരമുണ്ട്, അതിൽ ഒരു എന്താ അവർക്ക് തിന്നാനുള്ള ഭക്ഷണം എന്തെങ്കിലും കിട്ടുന്നുണ്ടാവും. അതുണ്ടായിരിക്കും അവിടെ വന്നിട്ട് ഇങ്ങനെ കുത്തിയിരുന്ന് രാവിലെ വന്നിട്ട് ഭക്ഷണം കഴിച്ചപ്പോൾ സൗണ്ട് കേൾക്കാൻ പറ്റും തത്തേൻ്റെ. നമ്മൾ നോക്കട്ടോ, അപ്പുറത്ത് പോയിട്ട് നോക്കാം അവിടെ ഉണ്ടാവും നോക്കട്ടോ. ഇപ്പോൾ ദോശ റെഡിയായി കേട്ടോ. ദോശ നമുക്ക് എടുക്കാം. ദോശ പച്ചരി തീർന്നട്ടെ, മാസം തീരാറായി. ഞാൻ റേഷൻ കട നായകി വാങ്ങിയില്ല കേട്ടോ. രണ്ടാമത് ഇതുപോലെ നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ. നായികണ്ടോ രാവിലെ തന്നെ? അതാ ഈ നായാണ് നമ്മളെ രാവിലെ ഇങ്ങനെ പോകുമ്പോഴും വൈകിട്ട് വരുമ്പോഴും ബുദ്ധിമുട്ടാകുന്നത്. ഇപ്പം എത്ര നായ കേട്ടോ ഈ ഗ്രൗണ്ടിൽ. പോകുന്ന സമയത്ത് നമ്മളെ കുരക്കും പേടിപ്പിക്കും. ഒരു സിംഹം നമ്മൾ വെത്തിന് കേട്ടോ. പിന്നെ അതിപ്പോൾ നോക്കതേ ഇത്ര നായായിട്ട് ഗ്രൗണ്ടിൽ കിടന്നിട്ടുള്ള ഒരു നായ അപ്പുറത്തുനിന്ന് പുറപ്പെട്ട് വന്ന്. അതാണ് ഈ ശല്യങ്ങൾ. എത്രയോ പറഞ്ഞാൽ എന്ത് ചെയ്യേണ്ടത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. എന്നാലും പക്ഷെ ഒരു കാര്യമില്ലല്ലോ, നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതന്നെ ഒതുങ്ങി നമ്മൾ പോകണമല്ലാണ്ട് ഇപ്പം ഒന്ന് വന്ന് വരുന്നുണ്ടോ കണ്ടോ? അതാണ് ഇന്ന് തത്തുന്ന കാണുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ രാവിലെ ഭക്ഷിച്ചിട്ട് പോയിട്ടുണ്ടാവും. ഇത്ര നായ ഒന്നിച്ച് ഒന്നിച്ച് കൂടുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഒരു കിളിയെ നോക്കിയേ വവ്വാല് കിളി. ഇത്ര നായുണ്ട്. അങ്ങനെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞോട്ടോ. തുറത്തിട്ടായി. പിന്നെ ഉച്ചക്ക് ചോറ് വെക്കണം. അത്ര ചോറ് ഞാൻ ടൈമായി. രാവിലെ ദോശയുണ്ട്, ഉച്ചക്ക് പിന്നെ ചോറ് വൈകുന്നേരം വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വിശേഷമാണ് കേട്ടോ. മഴ ചെറുതായി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു വെയിലാണ് ഇന്നത്തെ ദിവസം എന്നറിയത്. മഴ ഇടയ്ക്ക് മഴ വരും, ഇടയ്ക്ക് മഴ വരില്ല, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ക്ലീനിങ് കാര്യങ്ങൾ സമാധാനം കുറച്ച് അലക്കാനുണ്ട്. കുളിക്കുന്ന സമയത്ത് അലക്കാമെന്ന് വെച്ച് കടയിൽ പോകാനുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ടിന് വീട്ടിൽ കയറണം. കുറേ ദിവസമായി അവളെ റൂമിൽ മാറിയ ശേഷം ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഒന്ന് കയറണമെന്ന് വിചാരിച്ചു. കണ്ടോ നല്ല വെയിലാണ് കേട്ടോ. ഇവിടെ ഫുള്ള് കാട് കെട്ടിട്ടോ. കണ്ട് മുമ്പ് 1 ഇയർ മുമ്പൊന്നും ഇങ്ങനെ മരങ്ങളുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം മരങ്ങളൊക്കെ ആയിട്ടില്ലേ, ഫുള്ള് കാട് പിടിച്ച പോലെ ആയിട്ടുണ്ട് കേട്ടോ. ആ വീട് ഫുള്ള് ഫിനിഷിങ് ആയി കേട്ടോ. ആ വീട് പക്ഷെ രാത്രി നല്ല ലൈറ്റ് ഇടുന്ന സമയത്ത് തന്നെ നല്ല രസമുണ്ട്. ഇത് എൻ്റെ ഡ്രസ്സല്ല കേട്ടോ, ഹിന്ദിക്കാരുടെ ഡ്രസ്സാണ്. വെയിലാണ്. കുറേ തെങ്ങെല്ലാം ഉണ്ട് ഇവിടെ. എത്ര 5 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ അവന് ആ മുറ്റത്ത് തെങ്ങും അതുപോലെ തന്നെ മാങ്ങയും അതുപോലെ തന്നെ എല്ലാം ഇട്ടുണ്ടാക്കും. വാഴയും അവിടെ എല്ലാം കണ്ടോ വാഴ. ഇടിമുട്ടുന്നുണ്ട് കേട്ടോ. മഴയും പിടിച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ ഇതിപ്പോൾ ഉച്ച കഴിഞ്ഞു. ഉച്ച കഴിയാറായില്ല, ഉച്ച ടൈം. ഞാനിപ്പോൾ ടൗണിലല്ല കടയിൽ പോകുന്നതാണ്.
പിന്നെ നമ്മളെ ഫ്രണ്ടിന് വീട്ടിൽ പോകണം. ആ വീട് നോക്ക്, ആ വീട് നല്ലൊരു വീടായിരുന്നു. ഇപ്പോൾ വീണ്ടും വിറ്റിട്ട് അവരെടുത്ത് അവർ വീടാക്കിയതാണ് കേട്ടോ. കറിവേപ്പില കണ്ടോ, കറിവേപ്പില. മഴ വന്നിട്ട് വെള്ളം കെട്ടി നിന്നിട്ടുണ്ട് കേട്ടോ വീട്. ഇത് നോക്കി, ഇതെന്ത് നോക്ക്, ഇതെന്ത് മാങ്ങ? മാങ്ങല്ലേ? സബർ ജില്ല കണ്ട മരം കണ്ടോ? സബർ ജില്ലതാ കണ്ടോ? സബർ ജില്ല കേട്ടിങ്ങനെ ഇതാണ് സബർ ജില്ലേൻ്റെ മരം. പഴുത്ത് കിടക്കുന്നുണ്ട് കേട്ടോ കണ്ടോ? ഇതെല്ലാം പൂത്തിലിഞ്ഞി കിടക്കുന്ന നല്ല ചിക്കുണ്ട് അവിടെ. സബർ ജില്ല കായ് പറയും. ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ചോദിക്കായിരുന്നു കണ്ടിന്. ഈ കട ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാൻ കേട്ടോ. ഇത് വേറെ റൂട്ടാണ് കേട്ടോ. ഇവിടെ അടുത്താണ് ക്വാർട്ടേഴ്സ്. ഇവിടെ നോക്കി എൻ്റെ സൈഡ്. അപ്പം നമുക്കിന് പിന്നെ കാണാം. അപ്പോൾ വീട്ടിലൊന്ന് പോകട്ടെ. ഓക്കെ, ഇതാണ് കേട്ടോ ക്വാർട്ടേഴ്സ്. കടയിൽ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ വീട്ടിൽ പോയി വന്ന് പോയാൽ പിന്നെ ഇങ്ങനെ സംസാരിച്ച് കുറേ കഴിയും കേട്ടോ. ഇപ്പം വെയിലാണ്, പിന്നെ അങ്ങനെയാണ് കേട്ടോ. ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് ഇറങ്ങി. വീട് നോക്കാം, വീടിങ്ങനെ അതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കൂടെ. അവർ വേറെ എവിടെയോ സെറ്റിലാണ്. ഈ വീട് വെറുതെ കിടക്കുന്നുണ്ട്. കണ്ട നല്ല ആൾക്കാരുണ്ട്. AC എല്ലാം ഉണ്ടല്ലോ, AC ഒക്കെ ഉണ്ട് ആ വീട്ടിൽ. എല്ലാം ഉണ്ട്. അതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് ബാങ്കിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ബാങ്കിലേക്ക് പോകുന്ന വഴിയാണിത്. ഇവിടെയാണ് എൻ്റെ അക്കൗണ്ടിലുള്ള ബാങ്കുള്ളത്. എൻ്റെ അക്കൗണ്ടിലുള്ള ബാങ്ക് ഇതാണ്. ഇതിനടുത്താണ് കേട്ടോ. ഈ റൂട്ടിൽ വന്നെയാണ്. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് പിന്നെ കാണാം കേട്ടോ. ഞാൻ കടയിൽ പോയ സമയത്ത് കാണിച്ചിരുന്നു. ഇനി ചോറുണ്ടാകും, അതൊക്കെ വേണം. ബാക്കിയുള്ള കാര്യം ഇപ്പം മോക്ക് എക്സാമാണ്, മോക്ക് പഠിക്കാനുണ്ട്. കടയിൽ പോയിട്ട് വന്ന് കുറച്ച് സാധനം എടുത്തു. അല്ലെങ്കിൽ ഞാൻ മന്തിൽ സാധനം എടുക്കാറാണ്. പക്ഷേ ഈ മാസം പറ്റാത്തതുകൊണ്ട് അങ്ങനെ കുറച്ച് സാധനം വാങ്ങിക്കുന്നതാണ്. ഇങ്ങനെ കുറച്ച് അങ്ങനെയാണ്, അല്ലെങ്കിൽ മന്തിലായിട്ട് വാങ്ങിക്കും. അങ്ങനെ ഇപ്പോൾ മഴയെല്ലാം ഞാൻ അവിടെ പോയ സമയത്ത് മഴ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഷോപ്പിൽ പോയിട്ട് ഒരു മഴ ഉണ്ടായിരുന്നു. ഞാൻ കുടയും കൊണ്ടുപോയിരുന്നില്ല കേട്ടോ. അതിനിപ്പോൾ ഇരുട്ട് പിടിക്കുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരമായി കേട്ടോ. വൈകുന്നേരം 5 മണി കഴിഞ്ഞു. വൈകുന്നേരത്തുള്ള വിശേഷമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ഒപ്പം ഞാൻ പറയുന്ന പോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക പരമാവധി. അപ്പുറത്തെ വീട്ടിലെ വീടാണ് കേട്ടോ. അവരെവിടെ പോകുന്നു, ഞായറാഴ്ച ആയതുകൊണ്ട് അവരെവിടെയോ പോവാറുണ്ട്. എൻ്റെ സ്ഥിരം ലൈവ് ഇടുന്ന സ്ഥലമായിരുന്നു മുമ്പ്. ഞാൻ വീട്ടിലുണ്ടായ സമയത്ത് സ്ഥിരം ലൈവ് ഇട്ടിങ്ങനെ വെക്കും സമയം. നല്ല കാറ്റും കൊണ്ട് ആൾക്കാരൊക്കെ സംസാരിക്കും, തെങ്ങുകളൊക്കെ കാണിച്ച്. അപ്പോൾ നിങ്ങൾ വേറെ വിശേഷം കാണാം കേട്ടോ. ഞാനിപ്പോൾ രാത്രിക്കത്തേക്ക് ഉച്ചയ്ക്ക് രാവിലെ ദോശ ഉണ്ടായിരുന്നു. അങ്ങനെ രാത്രിക്ക് ഇപ്പോൾ ഫുഡെല്ലാം റെഡിയാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറി മസാല ഉണ്ടാക്കാൻ വിചാരിച്ചു. ചിക്കൻ കറി മസാലയൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് നല്ല പണിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെയുണ്ട് നല്ലൊരു മൂക്കടപ്പ്, തൊണ്ടവേദന.
അപ്പം ചോറായിട്ടുണ്ട്. പിന്നെ മസാല ചിക്കൻ്റെ മസാല ഉണ്ടാക്കാം. ഞാൻ മുളക് പൊടിയെല്ലാം കുറേ ആയി കേട്ടോ. അങ്ങനെ മില്ലിന്നൊക്കെ മുളക് പൊടിയൊക്കെ വാങ്ങാറുള്ളതാണ്. കുറേ വാങ്ങാതെ തന്നെ കുറേ ആയി കേട്ടോ. ഈ ചതച്ചതാണ് കേട്ടോ. മസാല കുറച്ച് വേവട്ടെ, തക്കാളി ഇതൊക്കെ വേവട്ടെ. ചിക്കൻ്റെ മസാല റെഡി ആയിട്ട് കുറച്ച് വെന്ത് കിട്ടണം കേട്ടോ. ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറ് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് 1 മണിക്കൂറാകുമ്പോൾ റെഡിയാവും. ഞാൻ തിളപ്പിച്ച് വറക്കും. അപ്പോൾ എൻ്റെ ചോറൊക്കെ റെഡി ആയിട്ടാ. ഇതാണ് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരത്തിൽ ചെറിയ ചെറിയ കുഞ്ഞു വിശേഷം. അപ്പം നിങ്ങൾ എല്ലാവരും വരും. ഇതിപ്പോൾ ഇത് വാർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ ബൈ. താങ്ക് യു.